റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതുവരെയും ഒരു സമാധാന ചർച്ചയോ ഒരു ഒത്തുതീർപ്പ് ശ്രമമോ ഉണ്ടായതായി കാണുന്നില്ല. രണ്ടു കൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാലും രണ്ടു കൂട്ടരും പിന്തിരിയാൻ തയ്യാറല്ല. നേരെമറിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രണ്ടു കൂട്ടരും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവരുടെ പിന്നിൽ ആളുകളുണ്ട്. യുക്രൈൻ്റെ പിന്നിൽ യൂറോപ്പ് മൊത്തമുണ്ട്. റഷ്യയ്ക്ക് പിന്നെ ഇവരുമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുമുണ്ട്. ഈ വിഷയം പിന്നോക്കം പോയാൽ അത് തങ്ങളുടെ ശക്തിയെ തന്നെയും തങ്ങളുടെ യൂറോപ്പിലെ പ്രാധാന്യത്തെ തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് റഷ്യയ്ക്കറിയാം. അതുകൊണ്ട് അവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആ പ്രശ്നമുണ്ടായതെന്ന് നമുക്കറിയാം. അതായത് യുക്രൈൻ നാറ്റോയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളോട് ഒട്ടി നിൽക്കണമെന്ന് അവരുടെ കൂടെ നിൽക്കണമെന്ന് താല്പര്യപ്പെട്ടു. നേരെമറിച്ച് റഷ്യ പറഞ്ഞത് പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്നു യുക്രൈൻ, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗം. അപ്പോൾ അവർ ഈ നാറ്റോ സഖ്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ റഷ്യയുടെ അതിർത്തിയിൽ നാറ്റോ മിസൈലുകളും മറ്റും കൊണ്ടുവന്ന് അവിടെ വിക്ഷേപ സന്നദ്ധമായിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും. അവർ നാറ്റോയിൽ ചേരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് റഷ്യ പറയുന്നത്. അത് തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് തങ്ങൾക്ക് ദോഷകരമാകുമെന്നാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഇപ്പം ഇറാനിലെ യുദ്ധവും ഏകദേശം അതുപോലെ തന്നെയാണ്. അതായത് ഇറാനിൽ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് നേരിട്ടില്ലായിരിക്കാം. പക്ഷേ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക്, പ്രധാനമായിട്ടും ഇസ്രായേലിനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും, മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്കും എല്ലാം ദോഷകരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ അണുവായുധം ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ മിസൈൽ ശേഷിയും അവരുടെ ആക്രമണ ശേഷി കുറയ്ക്കണം. ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അമേരിക്ക ആവശ്യപ്പെടുന്നത്, അമേരിക്കയും ഇസ്രായേലും. അതിൽ അണ്വായുധമുണ്ടാക്കില്ല എന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ യുറേനിയം എൻറിച്ച് ചെയ്യുക, സമ്പുഷ്ടീകരിക്കുക, ഈ പരിപാടിയൊക്കെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുക എന്നുള്ള ആണവ നിലയം, അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, ആണവ നിലയമൊക്കെ ഉണ്ടാക്കി യുറേനിയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ബോംബായിട്ട് മാറ്റുന്നതിന് വലിയ കാലതാമസമൊന്നും വേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതുണ്ടാകാനായിട്ട് സമ്മതിക്കില്ല എന്നാണ് അമേരിക്ക തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അമേരിക്ക ആദ്യം ഈ അണ്വായുധ കേന്ദ്രങ്ങളൊക്കെ ഒന്ന് ആക്രമിച്ചതാണ്. അതെല്ലാം തകർത്തു എന്ന് അമേരിക്ക ആദ്യം അവകാശപ്പെട്ടതാണ് 2-3 മാസം മുമ്പ്. പക്ഷേ പിന്നെയും അതവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് വീണ്ടും ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിൻ്റെ ഉന്നത നേതാക്കളൊക്കെ മരിച്ചു. രണ്ടാം കിട നേതാക്കളാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അവരെ എപ്പോൾ വേണേലും തട്ടിക്കളയാവുന്ന രീതിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും നിൽക്കുന്നത്. ഈ നേതാക്കളൊക്കെ ചർച്ചയ്ക്കൊക്കെ മുതിർന്നില്ലെങ്കിൽ മുതിരുന്നത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണെന്നും തങ്ങളുടെ കാരണം കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്നും അമേരിക്ക തന്നെ, പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിട്ടും ഒരു ചർച്ച നടന്നു എന്നുള്ളത് വലിയൊരു കാര്യം. പക്ഷേ ആ ചർച്ച ഒരിടത്തും എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാകിസ്ഥാനിൽ പോയി ഒരു ചർച്ച നടത്തിയാൽ ആ ചർച്ച എങ്ങനെ വിജയിക്കാനാണ്? പാകിസ്ഥാൻ പോലൊരു അങ്ങനത്തെ ഒരു രാജ്യം, അത് പാകിസ്ഥാനെ വരെ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് അവരുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അവർ മുഖേനയാണ് ഇറാനുമായിട്ടൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. കാരണം ഇറാനുമായിട്ട് കുറച്ചെങ്കിലും ബന്ധമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ രീതിയിൽ. അപ്പം പാകിസ്ഥാനുമായിട്ട് പ്രത്യേകിച്ച് സൈനിക മേധാവി ആസിം മുനീറുമായിട്ട് പ്രസിഡന്റ് ട്രംപിന് വലിയ അടുത്ത ബന്ധമാണ് ഇപ്പോൾ ഉള്ളതും, വലിയ ബന്ധങ്ങൾ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്, ശ്രമിക്കുന്നത്. അതിന് ചൈനയുടെ പിന്തുണയുണ്ടെന്നും പറയുന്നു. ചൈനയും പാകിസ്ഥാനും തമ്മിലും നല്ല അടുപ്പമാണല്ലോ ഉള്ളത്. എന്തായാലും ചർച്ചയിൽ ഈ അണ്വായുധ കാര്യത്തിൽ, ഈ യുറേനിയത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ല. ഞങ്ങളുടെ ഒട്ടേറെ പേരെ മരിച്ചു, ഞങ്ങൾ ഇനിയും മരിക്കാനായിട്ട് തയ്യാറാണ്, നാശനഷ്ടങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഇറാൻ വെല്ലുവിളിക്കുന്നത്. പക്ഷേ ഈ ആവശ്യത്തിന് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കരാറുകളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ എളുപ്പമുണ്ട്. അമേരിക്ക ഒരു ജനപദം, ഒരു സിവിലൈസേഷനെ തന്നെ തകർത്തുകളെന്നാണ് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ അത് വലിയ ദോഷവുമായി തീർന്നു. അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള വർത്തമാനങ്ങൾ അത് അമേരിക്കൻ നിലപാടുകളെ തന്നെ വെള്ളം ചേർക്കുകയും അമേരിക്കയുടെ താല്പര്യത്തെ തന്നെ ഉപദ്രവമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കടുത്ത പ്രഖ്യാപനങ്ങൾ, അതിൽ നിന്ന് പിന്നോക്കം പോകുമ്പം ആളുകൾക്ക് സന്ദേഹമാകും
അമേരിക്കയുടെ നിലപാട്. അമേരിക്ക അങ്ങ് തോറ്റോടി എന്നുള്ള രീതിയിലാണ് പ്രചാരണം വന്നത്. എങ്ങനെ വന്നാലും ഈ ജനപദത്തെ തകർത്തില്ലെങ്കിൽ കൂടി ഈ ടെഹ്റാനിലും അല്ലെ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ പീഡനം അനുഭവിക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവർ ഒത്തുതീർപ്പിന് താല്പര്യം കാണിക്കും. പക്ഷേ ഇപ്പം അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുണ്ടാവുമോ ഇല്ലയോ എന്നാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഈ ചർച്ച നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് 21 മണിക്കൂർ ചർച്ച ചെയ്തു. അത് വലിയൊരു കാര്യമാണ്. കരാറൊന്നുമായിട്ടില്ല, പക്ഷേ ചർച്ച ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനിയിപ്പം ചർച്ച ഒരു ദിവസം കൂടെ നിൽക്കുമെന്നൊക്കെ ചില മീഡിയ ഒക്കെ പറയുന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണയില്ല. എങ്ങനെ വന്നാലും ചർച്ച നടന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെ. ആ ചർച്ചയിൽ കുറച്ചെങ്കിലും ഒരു മഞ്ഞുരുകുന്നതിന് ഒരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനിയിപ്പം ഇറാനിലെ ജനങ്ങളാണ്, അവർ കടും പിടുത്തത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ചർച്ചയ്ക്ക് വന്നവരും ഈ നേതൃത്വത്തിൽ വരുന്നവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അമേരിക്കയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാൻ്റെ നല്ലൊരു പങ്ക് നശിക്കും. ധാരാളം പേര് മരിക്കുന്ന ഒരവസ്ഥ വരും. ഒറ്റപ്പെട്ട ദോഷങ്ങൾ അമേരിക്കയ്ക്കും ഉണ്ടാവും, അല്ലെ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഉണ്ടാവും എന്നുള്ളത് നേര് തന്നെ. അത് നമ്മൾ കുറച്ച് കാണുന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള യുദ്ധവും മരണവും അതാണ് മനുഷ്യരാശി. അത് കാണാനായിട്ട് മനുഷ്യരാശിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ രണ്ടു കൂട്ടരും പിടിവാശി വിട്ട് ഈ സൗഹൃദത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റമാണ് ലോകം കാത്തിരിക്കുന്നത്.